നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സി അർജൻറ്റീനയിൽ ലാൻഡ് ചെയ്തു. യെസ്, അവരുടെ പ്രിപ്പറേഷൻ ഫുൾ സ്വിങ്ങിലേക്ക് മാറിയിരിക്കുന്നു. വേൾഡ് കപ്പിന് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങൾ മൗറിത്താനിയക്കെതിരെയും സാംബിയക്കെതിരെയും അവർ കളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇന്ന് രാവിലെ, അവിടുത്തെ സമയമാണ് പറയുന്നത്, ബ്യൂണസ് അയേഴ്സിലെ അദ്ദേഹം എത്തി. രാവിലെ 6:48 അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ്, ഫ്ലോറിഡയിൽ നിന്നുള്ള ഫ്ലൈറ്റ് എസൈസ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ AFAയുടെ ട്രെയിനിങ് കോംപ്ലക്സിലേക്ക് പോയി വിശ്രമം നടത്തി. ഇനി അദ്ദേഹം ട്രെയിനിങ്ങിന് ഇറങ്ങും. എസൈസയിലേക്ക് അദ്ദേഹം എത്തി. അവിടെയാണ് ലയണൽ സ്കലോനിയുടെ സ്ക്വാഡുള്ളത്. ഗുഡ് ഫിസിക്കൽ കണ്ടീഷനിലാണ് ലിയോ മെസ്സി എത്തിയിരിക്കുന്നത് എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിൽ ന്യൂയോർക്ക് സിറ്റിക്കെതിരെ 90 മിനിറ്റ് അദ്ദേഹം കളിച്ചിരുന്നു. ഒരു ഫ്രീ കിക്ക് ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും അദ്ദേഹത്തിനില്ല. ഇന്ന് ആഫ്റ്റർനൂണിൽ അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തും. ഇന്നത്തെ വൈകിട്ട് 5 മണിക്ക്, അതായത് അർജൻറ്റീനയിലെ സമയം വൈകിട്ട് 5 മണിക്ക് ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ ബിഹൈൻഡ് ദി ക്ലോസ്ഡ് ഡോർസിൽ അദ്ദേഹം പങ്കെടുക്കും. തീർച്ചയായിട്ടും ടീം ഇപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിൽ പ്രിപ്പയർ ചെയ്ത് കളിക്കാനിറങ്ങാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആദ്യ മത്സരം അവർ ഷെഡ്യൂൾ ചെയ്തിരുന്നത് സ്പെയിനിനെതിരെയുള്ള ഫൈനലിസ്മയായിരുന്നു, പിന്നെ ഖത്തറിനെതിരെയായിരുന്നു. ആ 2 കളികളും ക്യാൻസലായിപ്പോയി. അതിനുശേഷം ഗോട്ടിമാലയ്ക്കെതിരെ ഒരു മത്സരം പ്രഖ്യാപിച്ചെങ്കിലും അത് ഫിഫ റദ്ദാക്കി. അതിനുശേഷമാണ് മൗറിത്താനിയ, സാംബിയ എന്നീ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ അവർ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ലിയോ മെസ്സി കൂടി എത്തി. അവരുടെ ടീമിലെ ഫുൾ മെമ്പേഴ്സ് ഇപ്പോൾ എസൈസ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ TYC സ്പോർട്സ് ഏറ്റവും ഒടുവിലായിട്ട് ജോയിൻ ചെയ്ത താരങ്ങൾ ആരൊക്കെയാണെന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ലിയോ മെസ്സിയെ കൂടാതെ ഹുലിൻ ആൽവാരസ്, നാഹുൽ മൊളിന, യുവാൻ മുസോ, ജെറോണിമോ റുള്ളി, വാലന്റിൻ ബാർക്കോ അവരാണ് ഏറ്റവും ഒടുവിലായിട്ട് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തത്. ടീം ഏതായാലും ഫുൾ ഫോക്കസിൽ ഈ വർഷത്തെ ആദ്യ മത്സരത്തിന് ഒരുങ്ങുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.